ഭൂകമ്പം നാശം വിതച്ച മ്യാൻമറിൽ അവശ്യവസ്തു ക്ഷാമം പിടിമുറുക്കുന്നു. താൽക്കാലിക ടെന്റുകൾ, ഭക്ഷണം, വെള്ളം എന്നിവയുടെ അടിയന്തര ആവശ്യമുണ്ടെന്നും മാനുഷിക സഹായ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ രാജ്യത്തെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം സഹായ വിതരണത്തിൽ തടസ്സം സൃഷ്ടിച്ചേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് 2719 മരണസംഖ്യ. ഇത് 3000 കടക്കുമെന്നാണ് അധികൃതരും രക്ഷാപ്രവർത്തകരും നൽകുന്ന സൂചന. ഒരു നൂറ്റാണ്ടിനിടയിൽ രാജ്യത്തുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു വെള്ളിയാഴ്ച ഉണ്ടായത്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള മാൻഡലെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം എന്നിവയെല്ലാം ആവശ്യമാണെന്ന് അന്താരാഷ്ട്ര രക്ഷാസമിതി അറിയിച്ചു. തുടർചലനങ്ങളുടെ ഭീതി നിലനിൽക്കുന്നതിനാൽ റോഡുകളിലും തുറസായ സ്ഥലങ്ങളിലുമാണ് ആളുകൾ കഴിയുന്നത്. സർക്കാർ നിയന്ത്രണത്തിലല്ലാത്ത പ്രദേശങ്ങളിലേക്ക് സഹായം എത്തിക്കാനുള്ള നടപടികൾ അധികാരികൾ ചെയ്യണമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. ഭൂകമ്പത്തിന് ശേഷം സർക്കാർ സൈന്യം വ്യോമാക്രമണം നടത്തിയതായി വിമത ഗ്രൂപ്പുകൾ ആരോപിച്ചു. ആശയവിനിമയ ശൃംഖലകൾക്ക് മേലുള്ള ഭരണകൂടത്തിന്റെ കർശന നിയന്ത്രണം ഭൂകമ്പങ്ങൾ റോഡുകൾക്കും പാലങ്ങൾക്കും മറ്റും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വരുത്തിയ നാശനഷ്ടങ്ങൾ എന്നിവ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ബാങ്കോക്കിൽ തകർന്നു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുകയാണ്. ദുരന്തമുണ്ടായി 4 ദിവസത്തിന് ശേഷവും അതിജീവിതരെ കണ്ടെത്താനുള്ള സാധ്യത കുറവാണെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ഏകദേശം 70 മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിലുണ്ടെന്നാണ് കരുതുന്നത്. 1-2 പേർ ജീവനോടെ ഉണ്ടാകുന്നുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും സന്നദ്ധ പ്രവർത്തകയായ ബിൻ മല്ലൂറിറ്റ് ചൂണ്ടിക്കാട്ടി. മനുഷ്യനോട് സാമ്യമുള്ള 6 രൂപങ്ങൾ സ്കാനറുകൾ ഉപയോഗിച്ച് കണ്ടെത്തിയെങ്കിലും അവയ്ക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ചലനമുള്ളതായി സ്ഥിരീകരിച്ചിട്ടില്ല. കെട്ടിടം തകർന്നു വീണ അപകടത്തിൽ ഇതുവരെ 13 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 74 പേരെ കാണാതായി. ഭൂകമ്പത്തിൽ തായ്ലൻഡിന്റെ ഔദ്യോഗിക മരണസംഖ്യ 20 ആണ്. തകർന്ന കെട്ടിടത്തിൽ നിന്നും ശേഖരിച്ച ചില സ്റ്റീൽ സാമ്പിളുകൾ നിലവാരമില്ലാത്തതാണെന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയതായി വ്യവസായ മന്ത്രാലയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് സർക്കാർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ മ്യാൻമറിൽ ഭൂകമ്പത്തിന്റെ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വെളിപ്പെടുത്തി ISROയുടെ മാപ്പിംഗ് ഉപഗ്രഹമായ കാർട്ടോസാറ്റ് 3 മാൻഡലെ, സാഗൈക് നഗരങ്ങളിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങളാണ് ISRO പുറത്തുവിട്ടത്. ഭൂകമ്പത്തിന് മുമ്പ് ഇതേ പ്രദേശങ്ങളിൽ നിന്നും കാർട്ടോസാറ്റ് ശേഖരിച്ച വിവരങ്ങളാണ് നാശനഷ്ടങ്ങളുടെ അവലോകനത്തിനും വിശകലനത്തിനുമായി ഉപയോഗിച്ചത്. ഉയർന്ന റെസല്യൂഷൻ ഇമേജിംഗ് ശേഷിയുള്ള 3ാം തലമുറ അജൈൽ അഡ്വാൻസസ് ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 3. മാൻഡലെ നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചു. കൈവില്ല, ഭയാനി പഗോഡ, മഹാമുനി പഗോഡ, ആനന്ദ പഗോഡ, മണ്ഡലായ് സർവകലാശാല തുടങ്ങി നിരവധി പ്രധാന കെട്ടിടങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നു. സാങ്കൈ നഗരത്തിലെ മാഷിഖാന പഗോഡയിലും നിരവധി ആശ്രമങ്ങളിലും മറ്റും കെട്ടിടങ്ങളിലും നാശനഷ്ടങ്ങൾ കണ്ടെത്തിയതായി ISRO പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻവാ സിറ്റിക്ക് സമീപമുള്ള ഇരാവതി നദിയിലെ ചരിത്ര പ്രസിദ്ധമായ ഇൻവാ പാലത്തിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് ഭൂകമ്പം കാരണമായി. ഇരാവതി നദിയിലെ വെള്ളപ്പൊക്ക സമതലങ്ങളിൽ വിള്ളലുകൾ, അനുബന്ധ ദ്രവീകരണം എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട്. ISROയുടെ വിവരമനുസരിച്ച് സാങ്കൈ മാൻഡലെ അതിർത്തിക്ക് സമീപം 10 കിലോമീറ്റർ താഴ്ചയിൽ 22.013 ഡിഗ്രി വടക്കും 95.922 ഡിഗ്രി തെക്കുമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.